അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഹജ്ജിൻ്റെ 3 രൂപങ്ങളിൽ ഏതെങ്കിലും ഒരു രൂപം അവന് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഹജ്ജിന് 3 രൂപം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 1 തമത്തുവായ രീതിയിലുള്ള ഹജ്ജ്, 2 ഖീറാനായി രൂപത്തിൽ ചെയ്യുന്ന ഹജ്ജ്, 3 ഇഫ്രാദ്. ഈ 3 രൂപവും ചില അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഹജ്ജിൻ്റെ രൂപമാണ്. ആദ്യമായി തമത്വയിൻ്റെ രൂപമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹജ്ജിൻ്റെ മാസത്തിൽ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുകയും ആ സന്ദർഭത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ് എന്ന് അവൻ പറയുകയും വേണം. ശേഷം ഉംറ നിർവഹിക്കുക. ഉംറ നിർവഹിച്ചതിന് ശേഷം തൻ്റെ ഇഹ്റാമിൽ നിന്ന് അവൻ വിരമിക്കുക. ശേഷം ദുൽഹിജ്ജ 8 മക്കയിൽ വെച്ച് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിക്കുക. ശേഷം ദുൽഹിജ്ജ 10 അക്കബയിൽ എറിയുന്നത് വരെ ഇഹ്റാമിൽ അവൻ തുടരേണ്ടതുണ്ട്. അക്കബയിൽ നിന്ന് അവൻ കഴിഞ്ഞാൽ തൻ്റെ മുടി നീക്കം ചെയ്ത് തലമുടി വെട്ടി അവന് തൻ്റെ ഇഹ്റാമിൽ നിന്ന് അവന് വിരമിക്കാവുന്നതാണ്. മുത്തമത്തിയായി ഹജ്ജ് ചെയ്യുന്നവൻ്റെ മേൽ ബലി നിർബന്ധമാകുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി. അപ്പോൾ ഒരാൾ ഉംറ നിർവഹിച്ചിട്ട് ഹജ്ജ് വരെ സുഖമെടുക്കുന്ന പക്ഷം സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ അവൻ ഹജ്ജിനിടയിൽ ബലി നൽകേണ്ടതാണ്. ഇതാണ് തമത്തുവായി ഹജ്ജിൻ്റെ ചെറിയ വിവരണം. തമത്തുവായി ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ഹജ്ജ് ചെയ്യേണ്ടുന്ന ഒരു ചെറിയ വിവരണം ഇങ്ങനെയാണ്. രണ്ടാമത്തേത് ഖീറാനിൻ്റെ രൂപമാണ്. അഥവാ ഖീറാനായി ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഖീറാൻ എന്നാണ് അതിന് പറയുക. ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യുകയും ആ സന്ദർഭത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, ഹജ്ജും ഉംറയും കൊണ്ട് അല്ലാഹുവേ നിൻ്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്നവൻ പറയുകയും വേണം. ശേഷം മക്കയിലെത്തിയാൽ തവാഫുൽ ഖുദൂം നിർവഹിക്കുക. അവൻ്റെ മേൽ 2 കർമ്മങ്ങൾക്കുമായി ഒരു സഅയ് മാത്രമാണ് ബാധകമാവുക. അത് അയാൾക്ക് തവാഫിൽ ഖുദൂമിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ തവാഫായ തവാഫിൽ ഇഫാദക്ക് ശേഷമോ നിർവഹിക്കാവുന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മുത്തമത്തീന് ഉംറക്കും ഹജ്ജിനും കൂടി 2 സഅയ്കൾ നിർബന്ധമാണ്. എന്നാൽ ഖാരിനും മുഫ്രിദിനും ഒരു സഅയ് മാത്രം മതിയാവുന്നതാണ്. ഒരു സഅയ് അവർക്ക് മതിയാവുന്നതാണ്. അവർക്ക് ഒന്നുകിൽ തവാഫിൽ ഖുദൂമിൻ്റെ ശേഷമോ അല്ലെങ്കിൽ തവാഫിൽ ഇഫാദയുടെ ശേഷമോ അത് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ ഖാരിനായി ഹജ്ജ് ചെയ്യുന്ന വ്യക്തി ഉംറയ്ക്ക് ശേഷം മുടിയെടുത്തുകൊണ്ട് ഇഹ്റാമിൽ നിന്ന് വിരമിക്കരുത്. ദുൽഹിജ്ജ 8 അദ്ദേഹം അക്കബയിൽ എറിയുന്നത് വരെ തൻ്റെ ഇഹ്റാമിൽ തുടരേണ്ടതാണ്. അക്കബയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മുടിയെടുത്ത് അദ്ദേഹത്തിന് ഇഹ്റാമിൽ നിന്ന് വിരമിക്കാവുന്നതാണ്. ഖീറാനായി ഹജ്ജ് ചെയ്യുന്നവരുടെ മേൽ ബലി നിർബന്ധമാണ്. മൂന്നാമത്തെ രൂപം ഇഫ്രാദിൻ്റെ രൂപമാണ്. ഹജ്ജിന് മാത്രമായി ഇഹ്റാം ചെയ്യുകയും ആ സന്ദർഭത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ഹജ്ജ് കൊണ്ട് അല്ലാഹുവേ നിൻ്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയുകയും വേണം. ശേഷം മക്കയിലെത്തിയാൽ തവാഫിൽ ഖുദൂം നിർവഹിക്കുക. അവൻ്റെ മേൽ ആദ്യം പറഞ്ഞതുപോലെ 2 കർമ്മങ്ങൾക്കുമായി ഒരു സഅയ് മാത്രമാണ് ബാധകമാവുക. തവാഫിൽ ഖുദൂമിന് ശേഷമുള്ള സഅയ് അല്ലെങ്കിൽ തവാഫിൽ ഇഫാദക്ക് ശേഷമുള്ള സഅയ്, അത് ഏത് സന്ദർഭത്തിലും ചെയ്യാവുന്ന ഒറ്റ സഅയ് മാത്രം ചെയ്താൽ മതി. ഒന്നുകിൽ തവാഫിൽ ഖുദൂമിന് ശേഷം അല്ലെങ്കിൽ തവാഫിൽ ഇഫാദക്ക് ശേഷം ഇഷ്ടാനുസരണം അവന് സൗകര്യപ്രദം ഏത് സന്ദർഭത്തിലാണോ ആ സന്ദർഭത്തിൽ അവന് തൻ്റെ ആ ഒരു സഅയ് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ തൻ്റെ സഅയ്യോ തവാഫും സഅയും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ മുടി എടുത്തുകൊണ്ട് തൻ്റെ ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ പാടില്ല. ദുൽഹിജ്ജ 10
അക്കബയിൽ എറിയുന്നത് വരെ അയാൾ ഇഹ്റാമിൽ തുടരേണ്ടതാണ്. ശേഷം അയാൾക്ക് മുടിയെടുക്കാവുന്നതാണ്. ഇഫ്രാദായി ഹജ്ജ് ചെയ്യുന്നവരുടെ മേൽ ബലി നിർബന്ധമില്ല. അദ്ദേഹത്തിന് ബലി ശറഅ നിർബന്ധമാക്കിയിട്ടില്ല. അപ്പോൾ മുത്തമത്തിയായിക്കൊണ്ടും ഖാരിനായിക്കൊണ്ടും ഹജ്ജ് ചെയ്യുന്നവർ അവർ ബലി നിർബന്ധമായും നൽകേണ്ടതാണ്. എന്നാൽ മുഫ്രിദായിക്കൊണ്ട് ഇഫ്രാദായി ഹജ്ജ് ചെയ്യുന്നവരുടെ മേൽ ബലി നിർബന്ധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.